കലാഭവൻ മണിയുടെ സഹോദരൻ ഡോക്ടർ ആർ.എൽ.വി. രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപവുമായി നർത്തകി. കലാമണ്ഡലം സത്യഭാമയാണ് ഇത്തരത്തിൽ ജാതീയമായി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ആർ.എൽ.വി. രാമകൃഷ്ണനെതിരെ നിറത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും അധിക്ഷേപം നടത്തിയത്. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. ഇപ്പോൾ തിയോഫിൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. എത്ര മോശമായിട്ടാണ് ഒരു കലാകാരനെ മറ്റൊരു കലാകാരി അധിക്ഷേപിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ നിറത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നൃത്തരീതിയെക്കുറിച്ചുമൊക്കെ എങ്ങനെ ഇത്രയും മോശമായി പ്രതികരിക്കാൻ കഴിയുന്നു? അവരുടെ ആ ഒരു പ്രതികാരം, അല്ലെങ്കിൽ ആ കലാഭവൻ മണിയുടെ സഹോദരനോടുള്ള ഇവരുടെ ആ ഒരു ദേഷ്യം മുഴുവൻ ആ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തിയോഫിൻ, തീർച്ചയായും. അതായത് നേരത്തെയും രാമകൃഷ്ണൻ, ആർ.എൽ.വി. രാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത് തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഒരു വിവേചനം കലാമണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് ആർ.എൽ.വി. എന്ന നൃത്ത വിദ്യാലയത്തിൽ നിന്നും പഠിക്കേണ്ടി വന്നത്. ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി, നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ചാണ് താൻ ആഗ്രഹിച്ച കല പഠിച്ചെടുത്തത്. അതിനുശേഷം ഇത് അവതരിപ്പിച്ച്, അല്ലെങ്കിൽ ഈ ഒരു കലാകാരനായി ജീവിക്കാൻ തന്നെ വളരെയധികം പോരാട്ടം നടത്തേണ്ടി വരുന്നുണ്ട്. ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയും കലാമണ്ഡലം സത്യഭാമയിൽ നിന്നും തനിക്ക് ഇത്തരത്തിലൊരു വിവേചനം നേരിടേണ്ടി വന്നിരുന്നു എന്ന കാര്യവും ആർ.എൽ.വി. രാമകൃഷ്ണൻ ഓർമ്മിച്ചു. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇവർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അപ്പോഴും അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ഇന്നലെ വൈകിട്ട് ആർ.എൽ.വി. രാമകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണത്തിന്റെ ഭാഗമായി വന്ന് തനിക്കുണ്ടായ മാനസിക വിഷമം അദ്ദേഹം പങ്കുവച്ചിരുന്നു. നിരവധി കലാകാരന്മാരാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത്. ഇതോടെയാണ് എല്ലാവരും ഈ വിഷയം ശ്രദ്ധിച്ചത്. കാരണം നേരത്തെയും ഇത്തരത്തിലുള്ള ജാതീയമായ വിവേചനം, നിറത്തിന്റെ പേരിലുള്ള വിവേചനം ഒക്കെ ഈ കലാ അവതരണത്തിനായി താൻ നേരിടേണ്ടി വന്നിരുന്നു. കലാമണ്ഡലത്തിൽ തന്നെ നേരത്തെ ഒരിക്കൽ പോയപ്പോൾ ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ പോയതാണ്. കാരണം ആർ.എൽ.വി. രാമകൃഷ്ണൻ സൂചിപ്പിച്ച മറ്റൊരു വിവരമുണ്ട്. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിൽ ഇപ്പോഴും പുരുഷ വിദ്യാർത്ഥികൾക്ക് പ്രവേശനമില്ല. ആ രീതിയിലൊരു അവഗണന തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. താനൊരു സെമിനാറിൽ പങ്കെടുക്കാനായി അവിടെ പോയപ്പോഴും മോഹിനിയാട്ടത്തിൽ ഇവിടെ പുരുഷന്മാർക്ക് ക്ലാസ്സിൽ, അതുകൊണ്ട് എഴുന്നേറ്റ് പോകണം എന്ന് തന്നോട് ആവശ്യപ്പെട്ട ഒരു സംഭവം അതും രാമകൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ഒരു പക്ഷേ വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാമകൃഷ്ണൻ. പലതവണ അദ്ദേഹത്തിന് അത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില കലാകാരന്മാർ ഇതൊന്നും തുറന്നു പറയാറില്ല. രാമകൃഷ്ണൻ തുറന്നു പറയുന്നു എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് രാമകൃഷ്ണൻ ഇത് തുറന്നു പറയുന്നത്. ഷമി, രാമകൃഷ്ണനെ ഇത് തുറന്നു പറയേണ്ടി വരികയാണ്. കാരണം ഇത്രയും വലിയൊരു സമൂഹത്തിന് മുന്നിലാണ് ഒരു കലാകാരനെ, ആർ.എൽ.വി. പോലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പാസ്സായി അദ്ദേഹം മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് റാങ്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ഉയർന്ന രീതിയിൽ പാസ്സാകുന്ന ഒരാളെ ഇത്രയും മോശപ്പെട്ട രീതിയിൽ അധിക്ഷേപിക്കാൻ അതിന് എന്ത് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഈ സത്യഭാമയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയുണ്ടോ? എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു കലാകാരനെക്കുറിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഈ രീതിയിൽ നിറത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഡാൻസിൻ്റെ രീതിയെയും എല്ലാം വെച്ചുകൊണ്ട് ഈ രീതിയിൽ അവർ പറയുന്ന ഒരു വാക്ക്, സൗന്ദര്യമുള്ള പുരുഷന്മാരുണ്ട്, പക്ഷേ ഇയാളെ കണ്ടു കഴിഞ്ഞാലോ എന്നാണ് ചോദിക്കുന്നത്. എത്ര മ്ലേച്ഛമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ആ സ്ത്രീ, ഇത്രയും വലിയൊരു കലാകാരി നടത്തുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, പലപ്പോഴും പല ആൾക്കാരുടെയും മനസ്സിൽ ഉള്ളത് ഇത്തരം കല എന്ന് പറയുന്നത് തൊലി വെളുത്ത കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യേണ്ടതാണ് എന്നൊരു ചിന്ത കുറച്ചുപേരുടെയെങ്കിലും മനസ്സിലുണ്ട്. അതിലൊരാളാണ് ഈ സത്യഭാമ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തിയോഫിൻ, ഷമി, അത്തരത്തിലൊരു ചിന്ത ഉണ്ടെങ്കിൽ പോലും
അതൊരാളെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് എത്തുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. കാരണം ഒരു പക്ഷേ രീതിയിൽ പല ആളുകൾ ചിന്തിക്കാം, അല്ലെങ്കിൽ ഒരു നിറത്തിന്റെ പേരിൽ വെളുത്തവർക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ സൗന്ദര്യ ബോധമുള്ള, കാരണം അവർ പറയുന്ന ഒരു വിഷയം അതിനകത്ത് മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ മോഹിനിയെ പോലെ ആയിരിക്കണം. മോഹിനി എന്ന ഒരു സങ്കല്പം തന്നെ നമുക്കറിയാം, ചരിത്രപരമായി നോക്കുമ്പോൾ അത് എന്താ പറയാ, മോഹിനി എന്ന പേര് അല്ലെങ്കിൽ ആ വാക്ക് തന്നെ ഒരു കത്തുന്ന സൗന്ദര്യത്തിന്റെ പ്രതീകം എന്ന നിലയിലാണ് അത് പ്രയോഗിക്കപ്പെടുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് മോഹിനി ആയിരിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഒരാളെ വ്യക്തിയധിക്ഷേപം നടത്തുക അല്ലെങ്കിൽ ഒരാളെ അധിക്ഷേപിക്കുന്നത്, നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ എപ്പോഴും മറ്റൊരു വിഷയം കൂടി ഉള്ളത്, ഈ സൗന്ദര്യം ഉണ്ടാകുക അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ സൗന്ദര്യം ഉണ്ടാകുന്ന ഒരാൾക്ക് കലയോട് സ്നേഹം ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അയാൾ ഈ കലയ്ക്ക് ഫ്ലെക്സിബിൾ ആയ ആൾ ആകണമെന്നില്ല. അപ്പൊ കലയെ സ്നേഹിക്കുന്ന ഒരാൾ തനിക്ക് ഇഷ്ടപ്പെട്ട കല പഠിച്ച് ആ കല ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു സ്വാതന്ത്ര്യം, ആ വ്യക്തി സ്വാതന്ത്ര്യം കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. അവിടെ അധിക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല. ആ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അത്തരത്തിലൊരു അധിക്ഷേപമാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സത്യഭാമ നടത്തിയ അധിക്ഷേപത്തിനെ പൊതുസമൂഹത്തിനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഒരു വിവേചനം നേരിടേണ്ടി വന്നതിന്റെ വിഷമമാണ് RLV രാമകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. മറ്റൊന്ന്, ഇദ്ദേഹം ഇപ്പോഴല്ല, ഇത് ആദ്യമായിട്ടല്ല തനിക്ക് ഇത്തരത്തിലൊരു ഒരു ഈ വിവേചനം നേരിടേണ്ടി വന്നത്. നിറത്തിന്റെ പേരിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, പല രീതിയിലുള്ള വിവേചനം നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ സഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം നേരിട്ട തനിക്ക് ഇഷ്ടപ്പെട്ട കല, ആ മോഹിനിയാട്ടത്തെ സ്നേഹിച്ചതുകൊണ്ട് ആ മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ഒരു എഫർട്ടുകൾ ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ. ഷമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഡിഗ്രി തന്നെയല്ല, അദ്ദേഹത്തിന്റെ ഡോക്ടർ RLV രാമകൃഷ്ണനാണ്. അതായത് PhD വരെ ഈ മോഹിനിയാട്ടത്തിൽ നേടിയ ആളാണ്.